ഹലോ സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെയുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ്, ഷുഗറാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും ഈ ഷുഗേഴ്സ് എന്താ വെച്ചാൽ ഇത് ലോ GI ഷുഗർ എന്ന് പറയും, അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഷുഗേഴ്സാണിവ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. എന്താണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ലോ GI ഷുഗർ എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഇവ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. എൻ്റെ പഴയൊരു വീഡിയോയിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടായിരുന്നു, നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് അഥവാ GI എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം എത്ര വേഗത്തിലാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ സ്വാധീനിക്കുന്നത്, അതായത് എത്ര പെട്ടെന്നാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിന് കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു റാങ്കിങ് സിസ്റ്റമാണ് ശരിക്കും ഈ GI അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 0 മുതൽ 100 വരെയുള്ള ഒരു സ്കെയിലാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം എത്ര പെട്ടെന്നാണ് ഗ്ലൂക്കോസായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അളവ് കോലാണ് ശരിക്കും GI അഥവാ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഈ GI വാല്യൂ അഥവാ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത് ലോ GI വാല്യൂ ഫുഡ്. ഞാൻ നേരത്തെ പറഞ്ഞു GI വാല്യൂ നമ്മൾ കണക്കാക്കുന്ന സ്കെയിൽ 0 മുതൽ 100 വരെയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരത്തിൻ്റെ GI വാല്യൂ 55-ൽ താഴെയാണെങ്കിൽ, അതായത് 0 മുതൽ 55 വരെയാണെങ്കിൽ അതിനെ ലോ GI ഫുഡ് എന്ന് പറയാം. ഇത്തരം ഫുഡുകളുടെ പ്രത്യേകത ഇത് വളരെ സാവധാനത്തിലും വളരെ ക്രമമായ രീതിയിലും മാത്രമേ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ സ്വാധീനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കമ്പാരാറ്റീവ്ലി സേഫാണ്. ഇനി രണ്ടാമതായിട്ടുള്ളത് മീഡിയം GI ഫുഡാണ്. ഇവയുടെ GI വാല്യൂ 56 മുതൽ 70 വരെയായിരിക്കും. ഇവയുടെ പ്രത്യേകത ഇവ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ മിതമായ നിരക്കിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തത് ഹൈ GI വാല്യൂ ഫുഡാണ്. ഈ ഹൈ GI വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 71 മുതൽ 100 വരെ ആവാം. ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് അങ്ങോട്ട് കൂടും. അപ്പോൾ അങ്ങനെ 3ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ തരംതിരിക്കാം GI വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ GI വാല്യൂ നമുക്കറിയാമെങ്കിൽ അത് ഒരു പരിധി വരെ നമ്മളെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ GI വാല്യൂ 0 മുതൽ 55 വരെയുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് സേഫായിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ജനറലായിട്ട് അത്തരം ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ഇനി ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്നവ എന്ന് ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാരി വലിച്ച് കഴിക്കുക എന്നല്ല, മിതമായ നിരക്കിൽ കഴിച്ചാലും പ്രശ്നമില്ലാത്ത ഫുഡ് ഐറ്റംസ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് GI വാല്യൂ കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആപ്പിൾ, പെയർ, ഓറഞ്ച്, ചെറികൾ, സ്ട്രോബെറി, പീച്ചസ്, പ്ലം, മുന്തിരി, ഗ്രേപ്പ് ഫ്രൂട്ട്, അവക്കാഡോ, ഗ്വാവ, ടാമറിൻഡ്. അപ്പോൾ ഇത്രയുമാണ് GI വാല്യൂ കുറഞ്ഞതും ഡയബറ്റിക് പേഷ്യൻസിന് അത്യാവശ്യം സേഫായിട്ട് കഴിക്കാവുന്നതുമായ ഫ്രൂട്ട്സ് കേട്ടോ. ഇനി നമുക്ക് GI വാല്യൂ കുറഞ്ഞ പച്ചക്കറികൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഫി വെജിറ്റബിൾസ് ആയ സ്പിനാച്ച്, ചീര, ലെറ്റൂസ്, കെയിൽ എന്നിവ, ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാപ്സിക്കം, കുക്കുംബർ, ടൊമാറ്റോ, ഗ്രീൻ ബീൻസ്, എഗ് പ്ലാന്റ് അഥവാ വഴുതന എന്ന് പറയുന്ന സാധനം, ക്യാരറ്റ്, ഒനിയൻ, ഗ്രീൻ പീസ്. സോ ഇത്രയും വെജിറ്റബിൾസും ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാം. ഇനി GI വാല്യൂ കുറഞ്ഞ സീരിയൽസ് അഥവാ ധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഓട്സ്, ബാർലി, ഹോൾ വീറ്റ്, ക്യുനോവ, ബ്രൗൺ റൈസ്, അമരാന്ത് ഇവയൊക്കെ വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ധാന്യങ്ങളാണ് കേട്ടോ. ഇനി മിക്കവാറും എല്ലാതരം നട്ട്സിന് മിക്കവാറും GI വാല്യൂ വളരെ കുറവായിരിക്കും. അവ സേഫായിട്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും കഴിക്കാം. പിന്നെ മിൽക്ക്, യോഗട്ട്, പാലും തൈരും ഒക്കെയും ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാവുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. ഇവയ്ക്കൊക്കെ GI വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉപയോഗിക്കുന്ന ഷുഗർ, ലോ GI ഷുഗറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ ലോ GI ഷുഗർ എന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ലോ GI ഷുഗർ എന്ന് നോക്കാം. ലോ GI ഞാൻ പറഞ്ഞു GI വാല്യൂ 55-ൽ താഴെ ആയിരിക്കണം. അപ്പോൾ 55-ൽ താഴെ GI വാല്യൂ ഉള്ള ഷുഗേഴ്സാണ് ഈ ഇരിക്കുന്നതെല്ലാം തന്നെ ഇതിന് ലോ GI ഷുഗേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ലോ GI ഷുഗർ ഉപയോഗിക്കുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഇവയുടെ പ്രത്യേകത ഇവ വളരെ സാവധാനത്തിൽ മാത്രമേ ദഹിക്കുകയുള്ളൂ. അതായത് വളരെ സാവധാനത്തിൽ മാത്രമേ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസായി മാറുള്ളൂ. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ സാവധാനത്തിൽ മാത്രമേ ഇത് കാരണം കൂടുന്നുള്ളൂ. അതായത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുമെന്ന് തന്നെ പറയാം. അതായത് എനർജി വളരെ പെട്ടെന്ന് റിലീസ് ആകുന്നില്ല. എനർജി റിലീസ് ആവാത്തത് കാരണം ബ്ലഡ് ഷുഗർ ഒരു സ്റ്റഡി ആയിട്ട് നിലനിർത്താൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലോ GI ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 രീതിയിലാണ് ലോ GI ഷുഗർ ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര കരിമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് പ്രോസസ്സ് നടത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസിൽ ചെയ്യുന്നത് ഈ പ്രോസസ്സിങ് കുറച്ച് കുറയ്ക്കും. പ്രോസസ്സിങ് കുറച്ചിട്ട് അതിലെ നാച്ചുറൽ കമ്പണൻസ് ആയ പോളിഫിനോൾസിൻ്റെയും ഫ്ലേവനോയിഡ്സിൻ്റെയും നിലനിർത്തിയിട്ട് അങ്ങനെ GI വാല്യൂ കുറയ്ക്കുന്ന സമ്പ്രദായമാണ് ആദ്യത്തേത്. അപ്പോൾ ഈ പ്രോസസ്സിങ് കുറവായതുകൊണ്ട് തന്നെ ഇത്തരം ഷുഗറുകൾ വളരെ സാവധാനത്തിൽ മാത്രമേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ സാവധാനത്തിൽ മാത്രമേ എനർജി റിലീസ് ആവുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗർ ഇത് ലെസ് റിഫൈൻഡ് ആയിരിക്കും. അതായത് റിഫൈനിങ് അധികം നടത്തിയിട്ടില്ലാത്ത ഷുഗർ ആയിരിക്കും. ഇതിൽ മൊളാസസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ GI വാല്യൂയും കുറച്ച് കുറവായിരിക്കും. ഇനി ലോ GI ഷുഗർ നിർമ്മിക്കുന്ന മറ്റൊരു രീതി എന്താ വെച്ചാൽ, GI കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ സാധാരണ ഷുഗറിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇതിനും സാധാരണയായിട്ട് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ മാർഗ്ഗം എന്താ വെച്ചാൽ, സാധാരണ പഞ്ചസാര തരികളെ മൊളാസസ് കൊണ്ട് കോട്ട് ചെയ്യും. മൊളാസസ് കൊണ്ട് കോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ നിരക്ക് കുറയും. അതാണ് ഒരു മാർഗ്ഗം. രണ്ടാമത്തെ രീതി, സാധാരണ ഷുഗറിൻ്റെ കൂടെ പാലറ്റിനോസ് അഥവാ ഐസോ മാൾട്ടിനോസ് പോലെയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് അതിൻ്റെ GI വാല്യൂ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മാർഗ്ഗത്തിൽ സാധാരണ ഷുഗറിൻ്റെ കൂടെ വൈറ്റമിൻ A, സിങ്ക്, അയൺ, അയഡിൻ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസോ വൈറ്റമിൻ B12 ആഡ് ചെയ്തിട്ട് അതിൻ്റെ GI വാല്യൂ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ലോ GI ഷുഗർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ലോ GI ഷുഗറിൻ്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എന്താണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ പറഞ്ഞു, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായകമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നു. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി, ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഇനി ക്യാൻസർ സെല്ലിൻ്റെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഞങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ലോ GI ഷുഗേഴ്സിനെ പരിചയപ്പെടാം. എൻ്റെ പല കുക്കിംഗ് വീഡിയോസിലും ഞാൻ ഇവയെ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പരിചയപ്പെടാം. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഈ കാണുന്ന സ്വീറ്റ് കെയർ എന്നൊരു ബ്രാൻഡാണ്. ഇത് പാരീസിൻ്റെ സ്വീറ്റ് കെയർ എന്നൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും കൺട്രോൾസ് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൂടാണ്ട് ഇതിൽ നാച്ചുറൽ ഷുഗർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 30% ലോവർ ഗ്ലൂക്കോസിലൂടെ, പിന്നെ പവർ ഓഫ് 7 ഹെർബൽ എക്സ്ട്രാക്ട്സ്, 7 ഹെർബൽ എക്സ്ട്രാക്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ അതേ ടേസ്റ്റും അതേ ക്വാളിറ്റിയൊക്കെ തന്നെ ആയിരിക്കും. അതേ അളവിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1/2 കിലോയുടെ പാക്കറ്റിന് ഒരു 60 രൂപയോളം വിലയുണ്ടാവും. നമ്മൾ ഓൺലൈനൊക്കെ മേടിക്കുകയാണെങ്കിൽ പിന്നെയും വില കുറച്ച് കിട്ടാറുണ്ട് പലപ്പോഴും കേട്ടോ. അപ്പോൾ അതാണ് ഒരു ബ്രാൻഡ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ബ്രാൻഡ് ഡയാ ബ്ലിസ് എന്നൊരു ബ്രാൻഡാണ്. ഇവരും ഒരുപാട് അഡ്വാൻറ്റേജസും ഒരുപാട് മോഡേൺ ടെക്നോളജിയും ഒക്കെ ഇവർ ഇതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഉപയോഗിക്കാറുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഷുഗർ തന്നെയാണ്. ഇതിനും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവുമില്ല. ഇതിനും ലോ GI ഷുഗറാണ്. GI വാല്യൂ 55-ൽ താഴെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എന്ന് ഈ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് വില കുറച്ചുകൂടെ കൂടുതലാണ്. അത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം 160 രൂപയാണ് 1/2 കിലോ ഷുഗറിന് ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും മറ്റൊരു ബ്രാൻഡാണ് ഡയാ ബ്ലിസ് എന്നുള്ളത്. ഇനി മറ്റൊരു ബ്രാൻഡ് ഐ ആം ലൈറ്റ് എന്നൊരു ബ്രാൻഡാണ്. ഇതിലൊരു പ്രത്യേകത, ഇത് സാധാരണ ഷുഗറിൻ്റെ കൂടെ സ്റ്റീവിയ ആഡ് ചെയ്ത ഷുഗറാണ്. സ്റ്റീവിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലറീസോ GIയോ ഒന്നുമില്ലാത്ത ശരിക്കും നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായൊരു ഷുഗറാണ് സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ.
സ്റ്റീവിയുടെ പ്രത്യേകത ഇത് സാധാരണ ഷുഗറിനേക്കാളും 30 മടങ്ങ് മുതൽ 500 മടങ്ങ് വരെ മധുരം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ സ്റ്റീവിയ ആണുള്ളത്. എന്തായാലും ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1/2 കിലോയുടെ പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ 1 കിലോ ഷുഗറിന് തുല്യമാണ്. കാരണം ഇത് ഷുഗറും സ്റ്റീവിയയും കൂടി ആഡ് ചെയ്ത് കാരണം മധുരം കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 50% ലെസ് കാലറീസ് ഒന്നും, യൂസ് ഹാഫ് ആസ് മച്ച് ആസ് ഓർഡിനറി ഷുഗർ. ഓർഡിനറി ഷുഗറിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിലയും വളരെ കൂടുതലല്ല. ഒരു 500 ഗ്രാം 1/2 കിലോയുടെ പാക്കറ്റിന് 120 രൂപ. ഇതിലൊരു 30 രൂപീസിൻ്റെ ഓഫറും ഉണ്ട്. അപ്പോൾ 90 രൂപീസ് കൊടുത്താൽ മതി. സാധാരണ ഷുഗറിൻ്റെ പകുതി ഉപയോഗിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള, ഒരുപാട് എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള പല പല ഷുഗേഴ്സും നമ്മുടെ മാർക്കറ്റിൽ സാധാരണയായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഷുഗേഴ്സ് സാധാരണ ഞാൻ വാങ്ങുന്ന എല്ലാം ഓൺലൈനാണ് വാങ്ങാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. മിക്കവാറും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. പല വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സിലും ഈ ഷുഗർ ഫ്രീ ഐറ്റംസിന് വേണ്ടി സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. അവിടെ അന്വേഷിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ വാങ്ങുന്ന ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം. ആവശ്യമുള്ളത് കയറി നോക്കുക, ഇഷ്ടപ്പെട്ടാൽ വാങ്ങി ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ, ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, പല ഫുഡുകളും പലരിലും പല ഇഫക്റ്റ് ഉണ്ടാക്കുക. ഒരാൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയ ഫുഡ് മറ്റൊരാൾക്ക് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൽ പരിഗണിക്കാവുന്ന ഒരു ഘടകം മാത്രമാണ് ഈ GI അഥവാ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഗ്ലൈസീമിക് ലോഡ് അഥവാ GL എന്നൊരു സാധനമുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു സെർവിങ്ങിൽ എത്ര കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കാം എന്നുകൂടെ മനസ്സിലാക്കിയതിന് ശേഷം കഴിച്ചാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ സേഫായിട്ട് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശം കൂടെ ഒന്ന് അനുസരിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കുറിച്ചും ലോ GI ഷുഗറിനെ കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജസും കുറേ ബ്രാൻഡ്സും ഒക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ ഇത് ആവശ്യം എന്ന് തോന്നുന്ന നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.